ഹലോ, ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ടേ രാവിലെ എണീറ്റപ്പോൾ ഒന്ന് പോയി ചിക്കനൊക്കെ വാങ്ങിക്കണം, ഒന്നൊരു ബിരിയാണി ആക്കിയാലോ എന്നൊരു ആഗ്രഹം കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കാൻ നിന്നില്ല. ഒരു കട്ടനിട്ട് കുടിച്ചിട്ട് ഇതേ ചിക്കൻ വാങ്ങിക്കാൻ പോവാണേ. അടുത്ത് തന്നെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരേ ഉണ്ടു. നല്ല മഴക്കാരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പോയി പെട്ടെന്ന് തന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇതേ വന്നിട്ടുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ച് വന്ന് കയറുമ്പോൾ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്നൊരു 10 മിനിറ്റ് തന്നെ കൊണ്ട് തന്നെ പോയി ചിക്കൻ വാങ്ങിച്ചതേ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ ബിരിയാണി ആക്കുക. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇക്ക വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കടുത്ത് ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഞായറാഴ്ചയായിട്ടൊരു ബിരിയാണി കഴിക്കാൻ മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് ബിരിയാണി ആക്കാമെന്ന് എഴുതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി പോണതിന് മുന്നേയായിട്ട് തന്നെ കുറച്ച് റൈസൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടാണ് പോയത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, എന്നാലും ബിരിയാണിക്കുള്ള റൈസ് വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്ത് വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാമെന്ന് എഴുതി. പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടും ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടും മീൻ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ റൈസ് ഒന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കുകയാണ്. അത് ചിക്കൻ കൊണ്ടുവച്ച് അതൊന്നെടുത്ത് കഴുകാനൊക്കെ എടുത്ത് വയ്ക്കുന്ന ഇടയ്ക്ക് പൂച്ച ഇങ്ങനെ മീനോ ഇറച്ചിയോ എന്താണെന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ വന്ന് നിൽക്കുന്നുണ്ട്, എനിക്കും കൂടെ തായോ എന്നുള്ള മട്ടിൽ. പക്ഷെ ഞാനിങ്ങനെ വേവിക്കാത്ത പച്ച ഇറച്ചിയൊന്നും കൊടുക്കാറില്ലേ. അതിന് ഒരു ദിവസം കൊടുത്തിട്ട് അതിന് 2 ദിവസം വരെ വയറിന് വല്ലാത്തൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഫ്രഷ് ആയിട്ട് ഉള്ള ഒന്നും കൊടുക്കാൻ പാടില്ല, നമ്മൾ വേവിച്ചത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ദേ ഒരു ക്യാരറ്റൊക്കെ എടുത്തൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. ക്യാരറ്റ് ചോറിൻ്റെ പുറത്തൊന്ന് വിസിലൊക്കെ കേട്ടതിന് ശേഷം കുക്കറൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല രസമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. അങ്ങനെ റൈസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സവാള, തക്കാളി, അങ്ങനെയുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്ക ആദ്യമായവയൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് ചിക്കനും കൂടി എടുത്ത് വേവിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പുട്ടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. മണി 9 ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും വയറിനും വിളി വരുന്നുണ്ട്. അപ്പം പുട്ടും ഒക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് ഇനി ബാക്കി പണിയാകാമെന്ന് കരുതി പുട്ടും മീൻകറിയും കൂടെ കുഴച്ചടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ള പരിപാടി. അപ്പോൾ ഇനി ഞാൻ ചിക്കനും എല്ലാം കഴുകി റെഡിയാക്കി മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ഫുഡ് കഴിച്ചിട്ട് എണീച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ അതിനിടയ്ക്ക് നോക്കുമ്പോൾ പാത്രങ്ങളങ്ങ് സിങ്കിൽ നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും കുറച്ചറിയാമല്ലോ, കുറച്ച് ഐറ്റംസ് നമ്മൾ വേവിച്ച് വറക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിങ്ക് നിറയും. പിന്നെ അതൊന്ന് കഴുകി വൃത്തിയാക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച ശേഷം പിന്നെ അത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒറ്റയടിക്കിന് ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് കരുതി ഇന്ത്യയിൽ ഉള്ളതിൽ ഏറ്റവും വലിയ പാനൊക്കെ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് എന്തായാലും ഒറ്റയടിക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുന്ന കൊള്ള 2 ട്രിപ്പായിട്ട് കൊടുത്താൽ എന്തായാലും പറ്റും. അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുത്ത് വെക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തും കൂടെ ബിരിയാണി ആക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും അങ്ങനെ ഉണ്ടാക്കുന്നവർക്കറിയാം. നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ സവോളയും എല്ലാം വഴറ്റി അതിലോട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് പിന്നെ റൈസൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്ത് ദമ്മിലാക്കി വെച്ചു. കുറച്ച് മല്ലിയിലയും പുതിനയിലയും എന്തായാലും ഇടണം കേട്ടോ. അതിൻ്റെ മണം ബിരിയാണിക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, നോർമൽ ബിരിയാണി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. പിന്നെ ഞാനത് ദമ്മിലിടുമ്പോൾ എന്തായാലും അടിയിലൊരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടേ ചേരല്ലേ. അപ്പോൾ നമ്മളൊന്ന് അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അരമണിക്കൂറോളം അവിടെ ആ ഒരു ചെറിയ തീയിൽ കിടന്ന് അത് നന്നായിട്ട് ആവി ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു 10-20 മിനിറ്റോളം ഇങ്ങനെ ആവിയിലിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ബിരിയാണി റെഡിയായി കഴിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും നല്ല മഴക്കാറുണ്ട്. ആ ഒരു കിച്ചൻ്റെ ഏരിയയിൽ ഫുള്ള് ഇല വീണിങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ അതൊന്ന് അടിച്ചു പറ്റി വൃത്തിയാക്കാമെന്ന് എഴുതി അതങ്ങ് ചെയ്യുകയാണ്. എന്തായാലും ഫുഡ് കഴിക്കാനുള്ള സമയമായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയും കൂടെ അങ്ങ് വൃത്തിയായപ്പോഴേ ഒരു സമാധാനമായി. ഞാൻ എന്തായാലും അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് അതെല്ലാം വാരി കളയാനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞതും മഴ അങ്ങ് പെയ്യാൻ തുടങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ. എന്തായാലും അവിടെ നിന്ന് ക്ലീൻ ആയപ്പോൾ പിന്നെ ഇനി മഴ പെയ്താലും പ്രശ്നമില്ലല്ലോ. ഒരു 2-3 മിനിറ്റാണ് മഴ പെയ്തതെങ്കിലും നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എന്തായാലും ബിരിയാണി കഴിക്കാൻ പോട്ടെ.